വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉപ്പുമുളകും തിരിച്ചുവരവുകളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതായത് ഈ 2024 തുടങ്ങിയ തൊട്ട് നമുക്കറിയാം ഇപ്പോൾ ഉപ്പുമുളകിൽ തിരിച്ചുവരവുകളുടെ ഒരു സീസണാണെന്ന്. ഈ ജനുവരിയിൽ മാത്രം ഒരുപാട് ഉപ്പുമുളകിൽ തിരിച്ചുവരവുകൾ സംഭവിച്ചു കഴിഞ്ഞു. അതായത് സീസൺ 2 ഇതുവരെ പറയാത്ത ക്യാരക്ടേഴ്സും സീസൺ 1 പ്രധാന ക്യാരക്ടറുമായിട്ടുള്ള ക്യാരക്ടേഴ്സിനെയൊക്കെ ഈ ഒരു മാസം കൊണ്ട് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു. ഉദാഹരണത്തിന് ആദ്യം തന്നെ കഴിഞ്ഞ ആഴ്ച ജയന്തൻ ഉപ്പുമുളകിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയൊരു എപ്പിസോഡ് മാത്രമേ വന്നുള്ളെങ്കിലും ആ ഒരു എപ്പിസോഡ് അടിപൊളി എപ്പിസോഡ് തന്നെയായിരുന്നു. അതായത് സീസൺ 1 അതേ വൈബ് അതേ കള്ളത്തരവും എല്ലാം കൊണ്ടായിരുന്നു ആ ഒരു ക്യാരക്ടറെ തിരിച്ചു കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരാഴ്ചയായിട്ട് സുരേന്ദ്രൻ ഉപ്പുമുളകും ടീമിനൊപ്പം ഉണ്ട്. ഇപ്പോൾ വരുന്ന എപ്പിസോഡെല്ലാം സുരേന്ദ്രൻ്റെ എപ്പിസോഡുകളായിട്ടാണ് വരുന്നത്. അതും എസ്പെഷ്യലി ലാസ്റ്റ് എപ്പിസോഡിൽ സുരേന്ദ്രനും ബാലുവിൻ്റെ ആ ഒരു വഴക്കൊക്കെ രണ്ടുപേരും അഴിഞ്ഞാടി എന്ന് വേണമെങ്കിൽ പറയാം. അത്രത്തോളം രസകരമായിരുന്നു. ഇനിയിപ്പോൾ അങ്ങോട്ട് അടുത്തത് വരാൻ പോകുന്നത്, അതായത് ഇന്നത്തെ എപ്പിസോഡിൽ ഇപ്പോൾ രമേനെ കാണിച്ചിട്ടുണ്ട് പ്രോമോയിൽ. ഉപ്പുമുളകിലേക്ക് രമയും തിരിച്ചു വന്നിരിക്കുകയാണ്. നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു റീ എൻട്രി തന്നെയായിരുന്നു ഉപ്പുമുളകിൽ രമയുടേത്. സീസൺ 1 ഒരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ തന്നെയായിരുന്നു. അതായത് തുടക്കം മുതൽ തന്നെ ഓൾമോസ്റ്റ് 1000-ഓളം എപ്പിസോഡ് കഴിയുന്നത് വരെയും രമ ഉപ്പുമുളകിൽ കണ്ടിന്യൂസ് ആയിട്ട് വന്നിട്ടില്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരുന്ന ഒരു വലിയ ക്യാരക്ടർ തന്നെ, ഒരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ തന്നെയായിരുന്നു രമയുടേത്. പക്ഷേ സീസൺ 2 ആരംഭിച്ച് ഓൾമോസ്റ്റ് 1.5 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ റീഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഏതായാലും രമയുടെ തിരിച്ചുവരവ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞു. അത് ഇന്നത്തെ എപ്പിസോഡ് ഭയങ്കര ഇമോഷണലായിട്ടാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഇരു കഴിഞ്ഞിട്ട് തന്നെ അവർ സ്വീകരിക്കുമെന്നുള്ളതും കൺഫേമാണ്. പിന്നെ ഉപ്പുമുളകിലെ അടുത്ത തിരിച്ചുവരവുകളെക്കുറിച്ചും കൂടിയുള്ള ഒരു അപ്ഡേറ്റുമായിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. ഇനി അടുത്ത തിരിച്ചുവരവ് നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു വരവ് തന്നെയാണ്. അത് ആരുടേതെന്ന് വെച്ചാൽ സിദ്ധുവിൻ്റേത്. നമ്മൾ ഡയറക്ടർ അടുത്ത് ചോദിച്ചപ്പോഴും ഡയറക്ടർ സിദ്ധുവിൻ്റെ ഉടൻ തന്നെ ഉണ്ടാവും, ഉടൻ സിദ്ധു തിരിച്ചു വരുമെന്ന രീതിക്ക് തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നീലവും ഒരു ഇൻ്റർവ്യൂവിലും അത് തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇപ്പോൾ അടുത്തത് സിദ്ധുവിൻ്റെ ഒരു തിരിച്ചുവരവ് തന്നെയാണ്. പക്ഷേ അതിൽ ചെറിയ നിരാശ എന്താണെന്ന് വെച്ചാൽ ഡെയിൻ ഡേവിസ് ആയിരിക്കത്തില്ല സിദ്ധുവായിട്ട് ഉപ്പുമുളകിലേക്ക് വരിക. ഒരു പുതുമുഖ നടനായിരിക്കും ആ ഒരു ക്യാരക്ടർ സീസൺ 2 ചെയ്യാൻ പോകുന്നത് എന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. ഇതേപോലത്തെ സംഭവം സീസൺ 1 ഇപ്പോൾ ഇതേ സംഭവം ഈ ഇടയ്ക്കും ഉപ്പുമുളകിൽ നടന്നിട്ടുണ്ടായിരുന്നു. ആരുടെയെന്ന് വെച്ചാൽ ഉപ്പുമുളകും ഭവാനിയമ്മ എന്നൊരു കഥാപാത്രം സീസൺ 1 ചെയ്തിരുന്നത് വേറൊരു കഥാപാത്രം, വേറൊരു ആർട്ടിസ്റ്റ് ആയിരുന്നു. അപ്പോൾ അതുപോലെ തന്നെയായിരിക്കും സിദ്ധുവിൻ്റേത്. ഏതായാലും ഇനി അടുത്ത് വരാൻ പോകുന്ന തിരിച്ചുവരവ് സിദ്ധുവിൻ്റെ തന്നെയാണ്. അത് കഴിഞ്ഞാൽ നമ്മൾ ആരും എക്സ്പെക്ട് ചെയ്യാണ്ട് ഇപ്പോൾ രമ വന്ന സ്ഥിതിക്ക് സുരേഷ് ബാബുവും, അതായത് നമ്മുടെ ബാസി അണ്ണനും തിരിച്ചു വരാൻ നല്ല ചാൻസസ് ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ബാസി അണ്ണനിക്കും അത്യാവശ്യം ഫാൻ ഫോളോവിങ്ങും അത്രത്തോളം ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടർ തന്നെയാണ്. അത്രത്തോളം തരികിട പിടിച്ചൊരു ക്യാരക്ടർ തന്നെയാണ്. സീസൺ 2 പകുതിയോളം ബാസി അണ്ണൻ ഉണ്ടായിരുന്നു. പക്ഷേ എന്തോ ഒരു കാരണത്തെ വെച്ചിട്ട് ഉപ്പുമുളകിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു ഇത്രയും കാലം. പക്ഷേ ഇപ്പോൾ രമ തിരിച്ചു വന്നത് വെച്ച് നോക്കുമ്പോൾ ബാസി അണ്ണനും തിരിച്ചു വരാൻ ഹൈലി ചാൻസസ് ഉണ്ട്. കാരണം ബാസി അണ്ണൻ്റെ റിയൽ ലൈഫ് വൈഫാണ് ഈ രമ എന്നൊരു കഥാപാത്രം ചെയ്യുന്ന ആർട്ടിസ്റ്റ് ഉപ്പുമുളകിലേത്. ഇപ്പോൾ രമ ഉപ്പുമുളകിലേക്ക് തിരിച്ചു വന്ന സ്ഥിതിക്ക് ബാസി അണ്ണൻ്റെയും തിരിച്ചു വരവ് വിദൂരമല്ല എന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ബാസി അണ്ണൻ വന്നു കഴിഞ്ഞാൽ ഉപ്പുമുളകും ഫാൻസിന് രണ്ടുണ്ട് പോസിറ്റീവുകൾ. കാരണം ഒന്നെന്താണെന്ന് വെച്ചാൽ ബാസി എന്നൊരു ക്യാരക്ടർ തിരിച്ചു വരും. രണ്ടാമത്തത് സുരേഷ് ബാബു എന്നൊരു റൈറ്ററും ഉപ്പുമുളകിലോട്ട് തിരിച്ചു വരും. ഇപ്പോൾ ബാസി അണ്ണൻ്റെയും സിദ്ധുവിൻ്റെയും വരവുകൾ ഓഡിയൻസ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് തന്നെയാണ്. ഇനിയിപ്പോൾ അടുത്ത് വരാൻ പോകുന്ന ഒരു റീ എൻട്രി അത് സിദ്ധുവിൻ്റെ തന്നെയാണ്. അടുത്ത ഷെഡ്യൂളിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഷെഡ്യൂൾ ഇപ്പോൾ ചെറുതായിട്ടൊരു ഷെഡ്യൂൾ ബ്രേക്ക് വിട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്ത് ഷൂട്ട് ചെയ്യാൻ പോകുന്ന ഷെഡ്യൂളിൽ ചിലപ്പോൾ സിദ്ധു വരാൻ ഹൈലി ചാൻസസ് ഉണ്ട്. നിങ്ങൾ സിദ്ധുവിൻ്റെ ഒരു റീ എൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഇതുപോലത്തെ ഉപ്പുമുളകും അപ്ഡേറ്റ് അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.